ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ലെമ്മയിലായിരുന്നു സ്റ്റോപ്പ് ചെയ്തിരുന്നത്. ഈ ലെമ്മയുടെ ഫസ്റ്റ്, അതായത് എ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ലെമ്മയുടെ ബി പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്തായിരുന്നു, നമ്മളിങ്ങനെ ഈ ലാംഡ ഓഫ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫൈ കൈ ഇ ഡി മ്യൂ എന്ന് ഡിഫൈൻ ചെയ്താൽ ഈ ലാംഡ എന്ന് പറയുന്ന ഫങ്ഷൻ മെഷറാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോസ് phi, the standard representation of the symbol function phi is summation over n j equal to 1 to n aj chi ej of x. Then phi chi e of x will be equal to phi of x into chi e of x, and phi of x is the summation over j equal to 1 to n aj chi ej of x and into chi e of x എന്ന് വരും. അപ്പോൾ ഈ കൈ ഓഫ് എക്സ് സമ്മേഷനിലെ വേരിയബിളായ എന്താണ് ജെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സമ്മേഷൻ വേരീസ് ഓവർ ജെ ആയതുകൊണ്ട് നമുക്ക് എന്താണ് കൈ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻസൈഡ് ദ സമ്മേഷൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n എ ജെ ടൈംസ് കൈ ഇ ജെ ഓഫ് എക്സ് ടൈംസ് കൈ ഇ ഓഫ് എക്സ് എന്ന് വരും. ഇനി കൈ ഇ ജെ ഓഫ് എക്സ് ഇൻറ്റു കൈ ഇ ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൽ ഒന്ന് നോക്കിക്കേ, ഈ പ്രൊഡക്റ്റിൽ എക്സ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റ് ഇ ജെയിലില്ലെങ്കിൽ എന്തായിരിക്കും, കൈ ഇ ജെ ഓഫ് എക്സ് 0 ആയിരിക്കും. അപ്പോൾ കൈ ഇ ജെ ഓഫ് എക്സ് 0 ആയാൽ തന്നെ എന്താണ്, ഈ പ്രൊഡക്റ്റ് എന്തായിത്തീരും, പ്രൊഡക്റ്റ് മൊത്തത്തിൽ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്, ഞാനിവിടെ എക്സ് ബിലോങ്സ് ടു ഇ ജെ എന്ന് പറഞ്ഞോ, സോറി, എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ജെ ആവുന്നേരം കൈ ഇ ജെ ഓഫ് എക്സ് 0 ആയിരിക്കും. സോ ദ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0. ഇനി എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ആവുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, കൈ ഇ ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ പ്രൊഡക്റ്റ് മൊത്തത്തിൽ 0 ആയി. അപ്പോൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ അല്ലെങ്കിൽ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ജെ ആണെങ്കിൽ എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നോൺ 0 ആവുന്നത് എപ്പോൾ മാത്രമാണ്, എക്സ് ഇവിടെ രണ്ടിലും വേണം അല്ലേ, ഇ ജെയിലും ഉണ്ടായിരിക്കണം ഇയിലും ഉണ്ടായിരിക്കണം. സോ എക്സ് ബിലോങ്സ് ടു ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ആവുമ്പോൾ എന്താണ്, കൈ ഇ ജെ ഓഫ് എക്സും കൈ ഇ ഓഫ് എക്സും നോൺ 0 ആണ്. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് നോൺ 0 ആയിട്ട് വരുള്ളൂ. ആൻഡ് ആ പ്രൊഡക്റ്റ് എന്തായിരിക്കും, 1 × 1 = 1 വരും അല്ലേ. അപ്പോൾ ഈ കൈ ഇ ജെ ഓഫ് എക്സ് ഇൻറ്റു കൈ ഇ ഓഫ് എക്സിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n എ ജെ ടൈംസ് കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ഓഫ് എക്സ്. ഓക്കെ, സോ for the each x in x this is true, and hence 5 times chi e, the product of these two is equal to summation over j equal to 1 to n aj times chi ej intersection e. Now consider the integral of phi chi e d mu. Okay, so the integral of phi chi e d mu നമ്മൾ തൊട്ട് മുന്നേ എ പാർട്ടിൽ പ്രൂവ് ചെയ്തു. എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് സി ഫൈ ഡി മ്യൂ ഇസ് ഈക്വൽ ടു സി ടൈംസ് ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ. ആൻഡ് വൺ മോർ തിങ് എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് ഫൈ പ്ലസ് സൈ ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ സൈ ഡി മ്യൂ. ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, ഞാൻ ഫൈ 1 ഫൈ 2 ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അർത്ഥം എന്നല്ല, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഫൈ 1 ഫൈ 2 എക്സെട്ര ഫൈ n ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സിമ്പിൾ ഫങ്ഷൻസും നോൺ നെഗറ്റീവ് കോൺസ്റ്റൻസ് C1 C2 എക്സെട്ര Cn ചൂസ് ചെയ്താൽ നമ്മൾക്ക് എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് C1 ഫൈ 1 പ്ലസ് C2 ഫൈ 2 പ്ലസ് എക്സെട്ര പ്ലസ് Cn ഫൈ n d mu is equal to എന്താണ്, C1 ടൈംസ് phi 1 d mu plus etc plus Cn times phi n d mu എന്ന് എഴുതാം.
അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ എഴുതിയിരിക്കുന്നതിൽ ഈ കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് സിമ്പിൾ ഫംഗ്ഷനാണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് എല്ലാം സിമ്പിൾ ഫംഗ്ഷനാണ്. ആൻഡ് ഏജസ് എല്ലാം എന്താണ്, നോൺ നെഗറ്റീവുമാണ് അല്ലേ. അപ്പോൾ നമ്മൾക്കിതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഫൈ കൈ ഇ ഡി മ്യൂ ഈക്വൽ ടു, ഈ ലീനിയാരിറ്റി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് ദിസ് അല്ലേ വരിക, ഡി മ്യൂ ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ അവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമ്മൾക്ക്? സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n എ ജെ ഇൻ്റഗ്രൽ കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ഡി മ്യൂ എന്ന് വരും. ക്ലിയർ? ആൻഡ് വാട്ട് ഈസ് ദ ഇൻ്റഗ്രൽ ഓഫ് കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ഡി മ്യൂ? എന്താണത്? നമ്മൾക്ക് അറിയാം, ഇപ്പോൾ സിമ്പിൾ ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ സിമ്പിൾ ഫംഗ്ഷന് റെപ്രസെൻറ്റേഷൻ സമ്മേഷൻ ഓവർ ജെ എ ജെ കൈ ഇ ജെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് വരുമായിരുന്നു? ഇൻ്റഗ്രൽ എന്തായിരുന്നു? സമ്മേഷൻ ഓവർ ജെ എ ജെ മ്യൂ ഓഫ് ഇ ജെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ തന്നെ എടുക്കുമ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മ്യൂ ഓഫ് ഇ ജെ എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് എ ജെ കൂടെ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എ ജെ കൈ ഇ ജെ ഡി മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ജെ ടൈംസ് മ്യൂ ഓഫ് ഇ ജെ എന്ന് വരും. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n എ ജെ ടൈംസ് മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ എന്ന് വരും അല്ലേ. Now I am going to prove that the map which maps the measurable set E into mu of EJ intersection E is a measure. Okay? അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ലെറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്ത് ആ ഒരു മെഷറിനെ ഡിനോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആ മെഷറിനെ മ്യൂ ജെ എന്ന് ഡിനോട്ട് ചെയ്യുന്നു എന്ന് കരുതാം. അപ്പോൾ മ്യൂ ജെ ഓഫ് ഇ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ എന്ന്. അപ്പോൾ ഫോർ ഈച്ച് ഇ ജെ വി ക്യാൻ ഡിഫൈൻ എ മെഷർ അല്ലേ, എ ന്യൂ മെഷർ. അത് ഞാനിത് മെഷറാണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഫോർ ഈച്ച് ഇ ജെ we can define a new measure. Okay, then from in this summation for each j mu of ej intersection e is a measure and hence here this summation will be a linear combination of measures, a finite linear combination of measures, and ages are non-negative in this combination. The ages that we considered here are non-negative, and hence we can say that this linear combination is also a measure. So the function that we defined, lambda of e is equal to integral phi chi e d mu, is a measure. So ഇനി എന്താണ് അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ളത്? ഈനെ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇയിലോട്ട് മാപ്പ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ മെഷറാണെന്ന് മാത്രമേ പ്രൂവ് ചെയ്യാനുള്ളൂ. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മ്യൂ ജെ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറൊരു നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾക്കിവിടെ മ്യൂ മെഷറാണ്. മ്യൂ മെഷർ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ മെഷറബിൾ സെറ്റാണ്. അപ്പോൾ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പം മെഷറിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഓർഡർ തെറ്റിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മളിത് ആക്ച്വലി മെഷറിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിരുന്നു, ഒരു ഫംഗ്ഷൻ മെഷർ ആവാനുള്ള. അപ്പോൾ ഞാനിവിടെ മ്യൂ ജെ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മ്യൂ ജെ ഓഫ് ഇ ഇസ് ഈക്വൽ ടു മ്യൂ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് മ്യൂ ജെ ഓഫ് ഇ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി മെഷറിൻ്റെ എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് മ്യൂ ജെ ഓഫ് ഫൈ കൺസിഡർ ചെയ്തു. ബൈ ദ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് E intersection phi, and this is equal to mu of phi, and this is equal to 0.
ഇപ്പം എന്ത് കിട്ടി? മ്യൂ ജെ ഓഫ് ഐ ഈക്വൽ ടു 0 കിട്ടി. ഇവിടെ മ്യൂ ജെ എന്ന് ഡിനോട്ട് ചെയ്യാതെ ഈ ഫംഗ്ഷൻ എന്താണ് മ്യൂ ജെ ഓഫ് ഐ എന്ന് അല്ലെങ്കിൽ മ്യൂ ജെ ഓഫ് ഇ എന്നതിന് പകരം നമ്മൾ ആ മെഷറിനെ തന്നെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ കൊണ്ട് നമ്മൾ എന്താണ് ഒരു മെഷറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇയെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന? മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇയിലോട്ട് മാപ്പ് ചെയ്യുന്ന മെഷറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇ ജെ ഞാൻ മ്യൂ ജെ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു നൊട്ടേഷൻ ഇല്ലാതെ തന്നെ ചിന്തിക്കുക. ഫോർ എനി ഇ ഇൻ എക്സ് ബാർ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ is greater than or equal to 0 ആൻഡ് മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ ഫൈ is equal to 0. ഇനി തേർഡ് കണ്ടീഷൻ എന്താണ്? നമ്മൾക്ക് കൗണ്ടബിളി അഡിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ കൺസിഡർ എ സീക്വൻസ് ഓഫ് ഡിസ്ജോയിൻറ്റ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് ഇൻ എക്സ് ബാർ. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ യൂണിയൻ k is equal to 1 to n ak is equal to മ്യൂ ഓഫ് ഇനി നമ്മൾക്ക് ഈ ഇ ജെ ഇൻ്റർസെക്ഷൻ യൂണിയൻ k ഈക്വൽ ടു 1 to n ak എങ്ങനെ എഴുതാം? യൂണിയൻ k is equal to 1 to n ഇ ജെ ഇൻ്റർസെക്ഷൻ ak എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് യൂണിയൻ k ഈക്വൽ ടു 1 to n ഇ ജെ ഇൻ്റർസെക്ഷൻ ak. ഓക്കെ, ഇനി ഇ ജെ ഇൻ്റർസെക്ഷൻ എ കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എ കേസ് എല്ലാം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇ ജെ ഇൻ്റർസെക്ഷൻ എ കെ എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്താൽ അതും എന്തായിരിക്കും? വിച്ച് ഈസ് ഓൾസോ ഡിസ്ജോയിൻ്റ് സീക്വൻസ്. സോ മ്യൂ മെഷർ ആയതുകൊണ്ട് മ്യൂ എന്താണ് കൗണ്ടബിളി അഡിറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും നമ്മൾക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എ കെ. ഇപ്പം എന്ത് കിട്ടി? മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ യൂണിയൻ കെ ഈക്വൽ ടു 1 to n എ കെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എ കെ എന്ന് കിട്ടി. സോ കൗണ്ടബിളി അഡിറ്റീവ് പ്രോപ്പർട്ടിയും ഈ ഒരു മെഷർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore the map which maps E into mu of EJ intersection E is a measure. Since lambda is a linear combination of measures on X bar and AJs are non-negative, AJ greater than or equal to 0 implies that lambda is also a measure on X bar. So the function that we defined here is a measure. അപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് എ സിമ്പിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇൻ്റഗ്രൽ ഓഫ് എ സിമ്പിൾ ഫംഗ്ഷനിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ മുൻപേ ചാപ്റ്റർ 2 ലാസ്റ്റ് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എടുത്താലും ആ നെഗറ്റീവ് ഫംഗ്ഷനിലോട്ട് മാപ്പ് ചെയ്യുന്ന എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഫൈ എൻ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ആ പ്രൂഫിൽ ഫൈ എൻസ് കൺസ്ട്രക്ട് ചെയ്തതിൽ ആ ഫൈ എൻസിൻ്റെ വാല്യൂസ് എന്തായിരുന്നു വരുന്നത്? ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസേ വരുന്നുള്ളായിരുന്നു അല്ലേ. ഏതൊക്കെ വാല്യൂസ്? 0, 1 times 2 raised to minus n, 2 times 2 raised to minus n, etc. 2 raised to n times 2 raised to n minus 1 into 2 raised to minus n പിന്നെ n. ഇത്രയും വാല്യൂസേ വരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു ഫംഗ്ഷൻ ഫൈ എൻ കൺസിഡർ ചെയ്യുമ്പോൾ. ഓരോ ഫംഗ്ഷനും ഇത്തരത്തിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസേ വരുന്നുള്ളായിരുന്നു. ആൻഡ് അതെല്ലാം എന്താണ്? നോൺ നെഗറ്റീവുമായിരുന്നു. അപ്പോൾ ഫൈ എൻസ് എല്ലാം എന്താണ്? നോൺ നെഗറ്റീവ് സിമ്പിൾ ഫങ്ഷൻസ് ആണ് അല്ലേ. നോൺ നെഗറ്റീവ് സിമ്പിൾ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഏതൊരു നോൺ നെഗറ്റീവ് ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഫങ്ഷനിലോട്ട് കൺവേർജ് ചെയ്യുന്ന എ ലിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് സിമ്പിൾ ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുത്താൽ മതി? ആ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കൺസ്ട്രക്ട് ചെയ്തെടുത്താൽ നമ്മൾക്ക് എന്തായാലും ഒരു സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻ എങ്കിലും നോൺ നെഗറ്റീവ് സിമ്പിൾ ഫങ്ഷൻ എങ്കിലും എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് എഫ് ഇൻ എം പ്ലസ്. If f belongs to m plus of x bar, we define the integral of f with respect to mu to be the extended real number, to be the extended real number. അപ്പോൾ ആ റിയൽ നമ്പർ എന്താണ്? ആ ഒരു വാല്യൂ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് റിയൽ നമ്പർ ആവണമെന്നില്ല, എക്സ്റ്റെൻഡ് റിയൽ നമ്പർ ആയിരിക്കും. അതായത് മേ ബി ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന്. സോ ലെറ്റ് us define it. The integral of f d mu is equal to what? The supremum of integral of phi d mu. Supremum of integral of phi d mu, where the supremum is extended over all simple functions in m plus of x bar, satisfying 0 less than or equal to phi of x less than or equal to f of x for all x in x. Okay, and if f belong, okay, എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ബൈ യൂസിങ് ദ സിമ്പിൾ ഫങ്ഷൻസ് ഫോർ വിച്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നോട്ട് ചെയ്യുക, നമ്മൾ ഇത്തരത്തിലുള്ള ഫങ്ഷൻ തന്നെയായിരുന്നു ആ റിസൾട്ടിൽ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഫങ്ഷൻ എന്താണ്? ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സിമ്പിൾ ഫങ്ഷൻസ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിമ്പിൾ ഫങ്ഷൻസ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുപ്രീമം എവിടെ എക്സിസ്റ്റ് ചെയ്യും? എക്സ്റ്റെൻഡഡ് റിയൽ നമ്പറിൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. റിയൽ നമ്പർ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല എപ്പോഴും. കാരണം എന്താണ്? സുപ്രീം എടുക്കുമ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇതിപ്പോൾ പോസിറ്റീവ് വാല്യൂസേ വരുന്നുള്ളൂ, അതുകൊണ്ട് സുപ്രീം എടുക്കുമ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് റിയൽ നമ്പറിൽ എന്തായാലും ഈ ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സുപ്രീം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സുപ്രീമാണ് എന്തായിട്ട് വരുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ മെഷർ മ്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, if f belongs to m plus of x bar and e belongs to x bar, എന്താണ്? if f belongs to m plus of x bar and e belongs to x bar, then f chi e belongs to m plus of x bar. അത് ക്ലിയർ ആണല്ലോ? നമ്മൾ ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷനും ഒരു മെഷറബിൾ സെറ്റ് ഇയും എടുക്കുകയാണെങ്കിൽ കൈ ഇ എന്താണ്? വിച്ച് ഈസ് അഗെയിൻ എ മെഷറബിൾ ഫങ്ഷൻ അല്ലേ? ആൻഡ് കൈ ഇ വാല്യൂ എന്താണ്? 0ഉം 1ഉം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷനും എന്താണ്? എ നോൺ നെഗറ്റീവ് ഫങ്ഷനാണ്, മെഷറബിൾ ഫങ്ഷനാണ്. ഈ മെഷറബിൾ ആയതുകൊണ്ട് കൈ ഇ മെഷറബിൾ ആണ്, നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെഷറബിൾ സെറ്റ് ആയതുകൊണ്ട് കൈ ഇ മെഷറബിൾ ഫങ്ഷനാണ്. ആൻഡ് എഫും നമ്മൾക്ക് എന്താണ്? മെഷറബിൾ ഫങ്ഷൻ ആയിരുന്നു. സോ ദെയർ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ മെഷറബിൾ. ഇപ്പോൾ എഫിൻ്റെയും കൈയുടെയും വാല്യൂസ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് പ്രൊഡക്റ്റ് ഈസ് ഇൻ എം പ്ലസ് ഓഫ് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷന് നമ്മൾക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി ഡിഫൈൻ ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ടു ബി ദ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ. ഇൻ്റഗ്രൽ ഓവർ ഇ, integral of f over e
വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ സെറ്റ് മെഷറബിൾ സെറ്റ് ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ, വിച്ച് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇൻ്റഗ്രലിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ മെഷറബിൾ സെറ്റ് ഇ, സോറി, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ മെഷറബിൾ സെറ്റ് ഇ വിത്ത് റെസ്പെക്ട് ടു ദ മെഷർ മ്യൂ. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആൻഡ് ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കണമല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് കൈ ഇ ഡി മ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ആണെന്ന്. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇതാണ് എന്തിന് ഈക്വലായിട്ട് വരുന്നത്? ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് ഇ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓവർ ദാറ്റ് സെറ്റിൽ ആ ഫങ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ആ നോൺ നെഗറ്റീവ് ഫങ്ഷനെ. അതിപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി പറയാറില്ലേ, -∞ ടു ഇൻഫിനിറ്റി മാറ്റിയിട്ട് ഇൻ്റഗ്രൽ എ ടു ബി, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എ ഫങ്ഷൻ എന്നത് മാറിയിട്ട് എന്താണ് നമ്മൾക്ക് ഓവർ എ സെറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓവർ എ ഇൻ്റർവെല്ലിൽ. അതുപോലത്തെ ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓഫ് എഫ് over the measurable set E with respect to the measure mu is equal to integral of f chi e d mu. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റിസൾട്ട്സ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. ലെമ്മ 4.5. If f and g belongs to m plus of x bar, which means these two are non-negative real value, extended real valued measurable functions, with the condition f less than or equal to g. F less than or equal to g means that f of x less than or equal to g of x for all x in x. Okay, then the integral of f with respect to mu is less than or equal to the integral of g with respect to mu. Second one, if f belongs to m plus of x bar, and if e and f belongs to x bar with e is contained in f, then integral of f over e with respect to mu is less than or equal to integral of f over f with respect to mu. അപ്പോൾ ഇത് രണ്ടും നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഡി മ്യൂ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ സിമ്പിൾ ഫങ്ഷൻസ് phi such that 0 less than or equal to phi less than or equal to f. Also consider the set of all or collection of all simple functions phi dash such that 0 less than or equal to phi dash less than or equal to g. ഇപ്പോൾ ഞാൻ ഈ കളക്ഷനിൽ നിന്നൊരു ഫൈ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഫൈ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണ്, സോറി എഫ് ആണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടും ഈ കണ്ടീഷനിൽ നിന്ന്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെന്ന് കിട്ടും. അതായത് ഈ കളക്ഷനിലുള്ള എല്ലാ സിമ്പിൾ ഫങ്ഷനും എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജിയുമായിരിക്കും. സോ ദിസ് കളക്ഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് കളക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് ദീസ് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യുന്നു, സിമ്പിൾ ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഫൈ എല്ലാം തന്നെ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ കളക്ഷനിൽ വന്നിരുന്നത് കൊണ്ട് ഈ ഇൻ്റഗ്രലും എന്തായിരിക്കും? വിച്ച് ഇസ് ഓൾസോ കണ്ടെയ്ൻഡ് ഇൻ ദിസ് കളക്ഷൻ. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ സുപ്രീമാണ് നമ്മൾക്ക് എന്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? സുപ്രീമം ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഡി മ്യൂ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് അല്ലേ? ഇത്തരത്തിലുള്ള സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസിൻ്റെ സുപ്രീമമായിരുന്നു നമ്മൾക്ക് എഫിൻ്റെ ഇൻ്റഗ്രലായിട്ട് വന്നത്.
അതുപോലെ ഇവിടെ ഇതെന്തായിരിക്കും, ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി ഡി മ്യൂ എന്ന് വരും അല്ലേ. ഇത്തരത്തിലുള്ള എല്ലാ സിമ്പിൾ ഫങ്ഷൻസിൻ്റെയും ഇൻ്റഗ്രലിൻ്റെ സുപ്രീമമാണ് ഈക്വലായിട്ട് വരുന്നത്. ഇൻ്റഗ്രൽ ജി ഡി മ്യൂ ഇസ് ഈക്വൽ ടു വരും. അപ്പം ഞാനിവിടെ ഇങ്ങനെ സുപ്രീമം ഇവിടെ എഴുതാം. സുപ്രീമം ഓഫ് ദിസ് സെറ്റാണേ ഉദ്ദേശിച്ചത്. ഇവിടെയാണ് സുപ്രീമം എഴുതേണ്ടത്, ഞാനതൊന്ന് ഈ സൈഡിലോട്ട് എഴുതിയെന്ന് മാത്രം. ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. തിയറി ഒന്ന് പ്രൂഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ്. ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഡി മ്യൂ. ഇനി ഈ സെറ്റ് സുപ്രീമം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ ഈ സെറ്റ് എന്തായിരുന്നു, ഈ സെറ്റിൽ കണ്ടെയ്ൻഡ് ആണ്. നമ്മൾക്കറിയാം എ കണ്ടെയ്ൻഡ് ഇൻ ബി ആണെങ്കിൽ സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ബി ആയിരിക്കും. അപ്പം അതുകൊണ്ട് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന സെറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സെറ്റിൽ കണ്ടെയ്ൻഡ് ആണ്. സോ ദ സുപ്രീമം ഓഫ് ദിസ് സെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ സുപ്രീമം എന്തായിരുന്നു, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ. ആൻഡ് ഇതെന്തായിരുന്നു, ഇൻ്റഗ്രൽ ഓഫ് ജി ഡി മ്യൂ. അപ്പോൾ എന്ത് കിട്ടി ഇതിൽ നിന്ന്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി ഡി മ്യൂ. അപ്പോൾ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോഴും ഇതിൻ്റെ എക്സാക്റ്റ് പ്രൂഫ് ഞാൻ ഈ പറഞ്ഞ കണക്കിനൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഈ കണക്കങ്ങ് എഴുതിയാൽ മതി. ഇഫ് ഫൈ ഈസ് എ സിമ്പിൾ ഫങ്ഷൻ ഇൻ എം പ്ലസ് such that 0 less than or equal to 5 less than or equal to f, then 0 less than or equal to 5 less than or equal to g also, and therefore supremum of integral of phi d mu is equal to supremum of integral of phi dash d mu, where phi dash is the simple functions such that 0 less than or equal to phi dash less than or equal to g. Therefore integral of f d mu is less than or equal to integral of g d mu. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഇനി അടുത്ത പ്രൂഫ് നമ്മൾക്ക് എന്തായിരുന്നു, ഈ കണ്ടെയ്ൻഡ് ഇൻ എഫ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ എഫ് ഡി മ്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണ്ടെയ്ൻഡ് ഇൻ എഫ് ആയതുകൊണ്ട് കൈ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ എഫ് ആയിരിക്കത്തില്ലേ? അതെന്തുകൊണ്ടാണ്, ഈ കണ്ടെയ്ൻഡ് ഇൻ എഫ് ആണ്. അപ്പോൾ നമ്മൾ കൈ ഇ കൺസിഡർ ചെയ്യുമ്പോൾ കൈ ഇ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ബിലോങ്സ് ടു ഇ ആവുമ്പോൾ കൈ ഇ 1 വരും. കൈ എഫ് എന്താണ് ആ ടൈമിൽ 1 ആണ്, കാരണം ഈ കണ്ടെയ്ൻഡ് ഇൻ എഫ് അല്ലേ. ഇനി എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ആവുമ്പോൾ കൈ ഇ എന്ത് വരും, 0 വരും. അവിടെ 2 കേസസ് ഉണ്ട്. ഈ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു ഈ കണ്ടെയ്ൻഡ് ഇൻ എഫ് അല്ലേ. അപ്പോൾ ആ എക്സ് എഫിൽ ഉണ്ടാവാനും എഫ് കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതായത് എഫ് മൈനസ് ഇയിലും എഫിൻ്റെ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എഫ് മൈനസ് ഇയിലുണ്ടെങ്കിൽ കൈ എഫ് എന്തായിരിക്കും, വാല്യൂ 1 ആണ് വരുന്നത്. ഇപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് കൈ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ എഫ് ആണ്. ഇനി എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ എഫ് ആണെങ്കിൽ രണ്ടിൻ്റെ വാല്യൂ 0യുമായി. ഇപ്പോൾ നോക്കി ഏത് പോയിൻ്റ് എടുത്താലും നമ്മൾക്ക് എന്താണ്, കൈ ഇ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ എഫ് ഓഫ് എക്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, കൈ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ എഫ് ആണ്. സോ ഈ കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇംപ്ലൈസ് ദാറ്റ് കൈ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ എഫ്. ഇപ്പം ഞാനിതിനൊരു എഫ് കൊണ്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്, എഫ് കൈ ഇ ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ടൈംസ് കൈ എഫ് എന്ന് വരും. അപ്പോൾ നേരത്തെ നമ്മൾ എ പാർട്ടിൽ പ്രൂവ് ചെയ്തിരിക്കുന്ന പ്രകാരം ഇത് എഫ് എന്നും ഇത് ജി എന്നും എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ജി. അപ്പോൾ അത് പ്രകാരം ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് കൈ ഇ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് കൈ എഫ് ഡി മ്യൂ. ഇനി എഴുതിയിരിക്കുന്നത് എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ഡി മ്യൂ this is less than or equal to integral of f over f d mu. അപ്പോൾ ഈ പ്രോപ്പർട്ടി രണ്ടും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്.
monotone convergence theorem. Monotone convergence theorem states that if Fn is a monotone increasing sequence of functions in m plus of x bar which converges to f, then integral of f d mu is equal to limit integral of fn d mu. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫ് എൻ എന്ന് പറയുന്നത് എ മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഇൻ എം പ്ലസ് ഓഫ് എക്സ് ബാർ ആണ്, വിച്ച് കൺവേർജസ് ടു ദ ഫങ്ഷൻ എഫ് ആണ്. ഈ എഫിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലേ, വിച്ച് കൺവേർജസ് ടു ദ ഫങ്ഷൻ എഫ്. അപ്പോൾ ഈ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് എഫ് മെഷറബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫങ്ഷൻ എഫ് മെഷറബിൾ ആണ്. സോ ആ ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്താണ്? ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് എഫ് എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു ആണ് ഇവിടെ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ആയിട്ട് വരുന്നത്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ് ഓഫ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്തിന് ഈക്വലായിട്ട് വരും? ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ ഓഫ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആയിട്ട് തരും. അല്ല, ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫങ്ഷൻസ് ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. സിൻസ് സീക്വൻസ് എഫ് എൻ ഈസ് എ മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഇൻ എം പ്ലസ് ഓഫ് എക്സ് ബാർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്? എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് എഫ് എൻ ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ലിമിറ്റ് ഓഫ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്താണ്? അതും മെഷറബിൾ ആണ്. സോ ഈ ഒരു ഫങ്ഷൻ എഫ് മെഷറബിളും ആണ്, അതിൻ്റെ എന്താണ് നോൺ നെഗറ്റീവ് വാല്യൂസുമാണ് വരുന്നത്. സോ എഫ് ഇസ് ഓൾസോ ഇൻ എം പ്ലസ്. ഓക്കെ, ഇനി ഈ ഫങ്ഷൻ എന്തായിരുന്നു? ഇൻക്രീസിങ് സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ് അല്ലേ. എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഇനി ഇത് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത ലെമ്മയുടെ പാർട്ട് എയിൽ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എൻ പ്ലസ് ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഫോർ ഓൾ എൻ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? ലിമിറ്റ്, അതായത് ഇവിടെ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലേ, എൻ വരുന്നില്ലല്ലോ, വേരിയബിൾ വരുന്നില്ലല്ലോ. സോ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വൺ സൈഡ് ഇവിടെ പ്രൂവ് ചെയ്തു ഇൻഇക്വാലിറ്റീൻ്റെ. ഇനി ഇൻഇക്വാലിറ്റീൻ്റെ റിവേഴ്സ് ഇൻഇക്വാലിറ്റി കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? ഈ രണ്ട് ടേമും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് let alpha be a real number satisfying 0 less than alpha less than 1, 0 strictly less than alpha strictly less than 1, and let phi be a simple measurable function satisfying 0 less than or equal to phi less than or equal to f. അപ്പോൾ ഇതിൽ നിന്നൊരു സിമ്പിൾ ഫങ്ഷനും ഈ ഫൈൻ എന്താണ് ഫൈ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിമ്പിൾ ഫങ്ഷൻ ആയിരിക്കും. ആൻഡ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ബിറ്റ്വീൻ 0 and 1 വരുന്ന ഒരു റിയൽ നമ്പറും. അങ്ങനെയാണെങ്കിൽ ഞാൻ എ എൻ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, എ എൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ്. അപ്പോൾ എ എൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇവിടെ എൻ ഫിക്സഡ് ആണ്. എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് ആയിട്ട് വരുന്ന എല്ലാ എക്സിൻ്റെയും കളക്ഷനാണ് എ എൻ. ക്ലിയർ?
Now consider the function fn. Fn minus alpha times phi. Fn minus alpha times phi. അപ്പോൾ fn മൈനസ് ആൽഫ ടൈംസ് ഫൈ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എ എന്നിൽ നിന്ന് എടുക്കുന്ന പോയിൻറ്റ്സ് ആണെങ്കിൽ അതായത് എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് അങ്ങനെയല്ല, ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക എഫ് എൻ മൈനസ് ആൽഫ ടൈംസ് ഫൈ. എഫ് എൻ മെഷറബിൾ ആണ്, ഫൈയും മെഷറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എഫ് എൻ മൈനസ് ആൽഫ ടൈംസ് ഫൈയും എന്തായിരിക്കും? എ മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? ഇനി കൺസിഡർ എഫ് എൻ ഓഫ് എക്സ് മൈനസ് ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ്. This inequality happens if and only if, ഇവിടെ implication two സൈഡിലോട്ട് കൊടുക്കണം. If and only if fn of x greater than or equal to alpha times phi of x. ഇനി ഈ സെക്കൻഡ് ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്സിൻ്റെയും കളക്ഷനാണ് എ എൻ. അപ്പോൾ ആ എക്സിനെല്ലാം തന്നെ എന്താണ്? ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സിനും എന്താണ്? ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതല്ലേ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ മീനിങ്. സോ നമ്മൾക്ക് എ എന്നിനെ എങ്ങനെയും എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് എൻ മൈനസ് ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ? ഇനി എഫ് എൻ മൈനസ് ആൽഫ ഫൈ മെഷറബിൾ ഫങ്ഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് എ എൻ എന്തായിരിക്കും? എ മെഷറബിൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫോർ ഈച്ച് എൻ the set that we defined here, that is an, is a measurable set. Okay, കാരണം എന്താണ്? എഫ് എൻ മൈനസ് ആൽഫ ഫൈ മെഷറബിൾ സെറ്റ് ആണ്. ആൻഡ് എഫ് എൻ മൈനസ് ആൽഫ ഫൈ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ടൈംസ് എഫ് ഐ ഓഫ് എക്സ് ആണ്. സോ this is equal to an equal to the set of all x belongs to x such that fn minus alpha phi of x greater than or equal to 0. Hence an is a measurable set. Okay, now so an belongs to x bar and an is contained in an plus 1. ഇതെങ്ങനെ വന്നു? Because if x belongs to an, then alpha times phi of x is less than or equal to fn of x ആണ് അല്ലേ? x belongs to a എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? alpha times phi of x is less than or equal to fn of x. നമ്മൾക്കിവിടെ fn എന്താണ്? ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ fn of x less than or equal to എന്താണ്? fn plus 1 of x ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? ആൽഫ ഫൈ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു fn plus 1 of x എന്ന് കിട്ടി. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എക്സ് എവിടെ ഉണ്ടായിരിക്കും? an plus 1 ഉണ്ടായിരിക്കും. ഹെൻസ് an is contained in an plus 1. And the union of all these an is equal to x. ഇതെങ്ങനെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാലോ? ഫോർ if x belongs to x, എക്സിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും അത് ഈ യൂണിയനിലുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓവർ എൻ എ എൻ എന്ന് കിട്ടും. ഇനി ഈ എ എൻ ഒക്കെ എന്താണ്? എക്സിലുള്ള എക്സിൻ്റെ സബ്സെറ്റ്സ് അല്ലേ? സോ യൂണിയൻ ഓവർ എൻ എ എൻ എടുത്താൽ അതും സബ്സെറ്റ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ എന്താ ഈ രണ്ട് ഇൻഇക്വാലിറ്റിയിൽ നിന്നും നമ്മൾക്ക് എന്താണ് എന്ത് പറയാൻ പറ്റും? ദീസ് ടു ആർ ഈക്വൽ സെറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രോപ്പർട്ടി അവിടെ ഒബ്വിയസ് ആയിട്ടുണ്ട്, അത് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്തേ പ്രൂവ് ചെയ്യത്തുള്ളൂ? എക്സ് ബിലോങ്സ് ടു എക്സ് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു യൂണിയൻ ഓവർ എൻ എ എൻ. Therefore x is equal to the union over n a n. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ if x belongs to x, then 0 less than or equal to 5 less than or equal to f implies that alpha times 5 is less than f for 0 less than alpha less than 1 ആണല്ലോ.
അല്ലേ? ആൽഫ ടൈംസ് ഫൈ എടുക്കുന്നവർ എന്തായിരിക്കും? ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. അപ്പം ഞാൻ ആൽഫ ടൈംസ് ഫൈ എടുക്കുന്നവർ എന്തായിരിക്കും? വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ആയിരിക്കും, ആണല്ലോ. ആൻഡ് ഫോർ സം ആൽഫ ഇൻ ദിസ് 0 and 1. Okay, and this implies that alpha times phi of x, alpha times phi of x is strictly less than f of x. ഇവിടെ f equal to 0 ആകുന്ന കേസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. അത് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നോൺ സീറോ ആവുന്ന കേസിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് എന്ന് വരും ഫോർ സം 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1. ആൻഡ് എഫ് എൻ എന്താണ്? ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. എഫ് എൻ എന്താണ്? ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻ ആണ്. അതിൻ്റെ ലിമിറ്റായിട്ടാണ് എഫ് വരുന്നത്. അപ്പോൾ ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ദം വി ക്യാൻ ഫൈൻഡ് എ എഫ് എൻ ഓഫ് എക്സ്. അതായത് ദർ എക്സിസ്റ്റ് എൻ എൻ സച്ച് ദാറ്റ് alpha times phi of x is less than or equal to fn of x, which is strictly less than f of x. അപ്പോൾ ഈ എക്സ് എവിടെ ഉണ്ടായിരിക്കും? ആൽഫ ടൈംസ് ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ എഫ് എൻ ഓഫ് എക്സ് ആയതുകൊണ്ട് ഈ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? എ എൻ എൽ ഉണ്ടെന്ന് കിട്ടി ഫോർ സം എൻ. സോ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ എൻ എ എൻ എന്ന് കിട്ടി. അതായത് എക്സ് ബിലോങ്സ് ടു എ എൻ ആണ്. എ എൻ കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓവർ എൻ എ എൻ ആണ്. അപ്പോൾ എക്സിൽ നിന്ന് ഏത് പോയിന്റ് എക്സ് എടുത്താലും അത് എവിടെ ഉണ്ടെന്ന് കിട്ടി? ദിസ് യൂണിയനിലുണ്ടെന്ന് കിട്ടി. Therefore these two sets are equal. അപ്പം നോക്കിക്കേ, ഇവിടെ എ എൻ എന്ന് പറയുന്നത് എൻ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ് വിത്ത് യൂണിയൻ ഓവർ എൻ എ എൻ ഇസ് ഈക്വൽ ടു എക്സ്. ക്ലിയർ? ദെൻ alpha times phi is less than or equal to fn on an ആണല്ലോ, അല്ലേ? എ എന്നിലുള്ള എല്ലാ പോയിൻറ്റ്സിനും എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫൈ ആണ്. ആൽഫ ഫൈ ഓഫ് എക്സ് ആണ്. ദെർഫോർ എഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫൈ ഓൺ എ എൻ ആണ്. ക്ലിയർ? അപ്പോൾ എ എന്നിൽ ഈ ഒരു കണ്ടീഷൻ വരുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ആൻഡ് എ എൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എക്സുമാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ആൽഫ ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓൺ എ എൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് ആൽഫ ഫൈ എ എൻ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് എൻ ഓവർ എ എൻ ഡി മ്യൂ ആണ് ഈ കണ്ടീഷൻ വെച്ചിട്ട്. ഓക്കെ, ഇനി എ എൻ കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആയതുകൊണ്ട് ഫോർ ഓൾ എൻ എ എൻ കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് എഫ് എൻ ഓവർ എ എൻ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് എൻ ഓവർ എക്സ് ഡി മ്യൂ എന്ന് വരും. ആൻഡ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഓവർ എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളുടെ സാധാ ഇൻ്റഗ്രൽ തന്നെ. സോ ഇൻ്റഗ്രൽ ഓഫ് എഫ് എൻ ഡി മ്യൂ എന്ന് വരും. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് സെക്കൻഡ് ഇൻഇക്വാലിറ്റി വന്നിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് ഫസ്റ്റ് ഇൻഇക്വാലിറ്റി വന്നിരിക്കുന്നത്. ക്ലിയർ? സോ അതിന് ഞാൻ ഇൻഇക്വാലിറ്റി നമ്പർ 1 എന്ന് കൊടുത്തു. അതായത് നമ്മൾക്ക് ഇവിടെ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഇൻ്റഗ്രൽ ഓഫ് ആൽഫ ഫൈ ഓവർ എ എൻ ഡി മ്യൂ. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് എൻ ഡി മ്യൂ. ഇതിനാണ് നമ്മൾ ഇൻഇക്വാലിറ്റി നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നൗ കൺസിഡർ ലാംഡ ഓഫ് എ. Lambda of a is defined by integral of phi over a d mu, and this is equal to integral of phi chi a d mu. അപ്പോൾ ഇതൊരു മെഷർ ആണെന്ന് നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? സോ ഹിയർ ലാംഡ ഈസ് എ മെഷർ ആൻഡ് യൂണിയൻ ഓവർ എൻ എ എൻ എന്താണ്? എക്സ് ആണ്. നമ്മൾക്കറിയാം എ എൻ എൻ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷനും. ഓക്കെ, എ എൻ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻ ആണെങ്കിൽ ഏത് മെഷർ മ്യൂ എടുത്താലും
മ്യൂ ഓഫ് യൂണിയൻ ഓവർ എൻ എ എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ലിമിറ്റ് ഓഫ് മ്യൂ ഓഫ് എ എന്നിന് ഈക്വലാണ്. ഇത് നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് ലാംഡയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ലാംഡ ഓഫ് യൂണിയൻ ഓവർ എൻ എ എൻ. എ എൻ എന്താണ്? ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ ലാംഡ ഓഫ് യൂണിയൻ ഓവർ എൻ എ എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ലാംഡ ഓഫ് എ എൻ. ആൻഡ് യൂണിയൻ ഓവർ എൻ എ എൻ എന്താണ്? എക്സ് ആണ്. സോ ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എന്താണ്? ലാംഡ ഓഫ് എ എൻ ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഓവർ എ എൻ ഡി മ്യൂ. ഓക്കെ, സോ ലാംഡ ഓഫ് എക്സ് ഇതാണെന്ന് കിട്ടി. ഇനി ലാംഡ ഓഫ് എക്സ് എന്താ വരിക? ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഡി മ്യൂ ആ വരിക അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് ഫൈ കൈ എക്സ്. ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഫൈ കൈ എക്സ് ഡി മ്യൂ ആണ്. എക്സിലുള്ള എല്ലാ പോയിൻറ്റ്സിനും കൈ എക്സ് 1 ആയതുകൊണ്ട് 5 ഇൻറ്റു 1 എന്ന് വരും. സോ കൈ എക്സ് അങ്ങ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടി ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ഡി മ്യൂ എന്ന് എഴുതാം. സോ ഇൻ്റഗ്രൽ ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 5 ഡി മ്യൂ എന്ന് എഴുതാം. And this is equal to limit of integral of phi over a n d mu. Okay. Now by taking limit in 1, അതായത് ഇവിടെ നമ്മൾ എഴുതി വെച്ചില്ല ഇത്, അതിൽ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ കോൺസ്റ്റൻ്റ് ആണല്ലോ അല്ലേ? ആൽഫ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റിനും ഔട്ട് സൈഡിലോട്ട് നമുക്ക് എന്താണ് ആൽഫേനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ആൽഫ ടൈംസ് ലിമിറ്റ് ഓഫ് ഫൈ എ എൻ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് വരും. അതായത് ഈ ഇൻഇക്വാലിറ്റി 1-ൽ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലിമിറ്റ് ഓഫ് ഫൈ ഓവർ എ എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഓവർ എ എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഡി മ്യൂ. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ആൽഫ ടൈംസ് ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടും. ഇനി നമ്മൾക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ ഒരു നമ്പർ എക്സ്, ആ നമ്പർ എക്സിന് ആൽഫ ടൈംസ് എക്സ് ഈസ് ലെസ് ദാൻ എ നമ്പർ എ ഫോർ ഓൾ 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ആൽഫ ടൈംസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ ഓൾ 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ടൈംസ് ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ഫോർ ഓൾ 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ദ ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടും അല്ലേ? ആൻഡ് ഫൈ ഈസ് എൻ ആർബിട്രറി, നാവെല്ലാം കുഴയുന്നു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ആൻഡ് ഫൈ ഈസ് എൻ ആർബിട്രറി സിമ്പിൾ ഫങ്ഷൻ ഇൻ എം പ്ലസ് satisfying 0 less than or equal to 5 less than or equal to f, then we can conclude that the integral f d mu is equal to supremum over 5 integral supremum over 0 less than or equal to 5 less than or equal to f അല്ലേ? ഇതിലാണ് നമ്മൾ സുപ്രീം എടുക്കുന്നത്. supremum over 0 less than or equal to 5 less than or equal to f integral phi d mu. ഇത് നമ്മൾ ഡെഫിനിഷനാണ് ഇൻ്റഗ്രൽ ഓഫ് എഫിൻ്റെ. അപ്പോൾ ഞാൻ ഇവിടെ സുപ്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ടേം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ലിമിറ്റാണ്. ആൻഡ് ദിസ് ലിമിറ്റ് ഈസ് എ ഫിക്സഡ് കോൺസ്റ്റൻറ്റ്.
അവിടെ 5 വേരിയബിളായിട്ട് വരുന്നില്ല. സോ നമ്മൾക്ക് എന്താണ് ഇവിടെ സുപ്രീം എടുക്കുമ്പോൾ ഈ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ സുപ്രീമം ഓവർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻ്റഗ്രൽ ഓഫ് 5 ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടി. അപ്പോൾ ദിസ് ഈസ് നമ്പർ 2. ഫ്രം 1 and 2 എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് വേറെ ഇൻഇക്വാലിറ്റിയാണ് അല്ലേ. ഫ്രം 1 and 2 അല്ല. അപ്പോൾ ഞാൻ ഇത് ഇക്വേഷൻ നമ്പർ 1. ദിസ് ഇസ് ആക്ച്വലി നമ്പർ കൺഫ്യൂഷൻ ആവണ്ട. ഈ 1 ആണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിനെ ഞാൻ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ബി എന്ന് കൊടുക്കുന്നു. സോ ഫ്രം എ ആൻഡ് ബി വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്താണ് പറയുന്നത്? ഇഫ് വി കൺസിഡർ എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻ, ജസ്റ്റ് സീക്വൻസ് അല്ല, ഇൻക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് കൺവേർജസ് ടു എഫുമാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ലിമിറ്റ് the integral of limit fn d mu is less than equal to limit of integral fn d mu ആയിരിക്കും. അതായത് ലിമിറ്റും ഇൻ്റഗ്രലും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ നോൺ നെഗറ്റീവ് ഫങ്ഷൻസിനെല്ലാം തന്നെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് ദിസ് നോൺ നെഗറ്റീവ് ഫങ്ഷൻസിന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് കൊറോളറി 4.7. If f belongs to m plus and c greater than or equal to 0, then cf is also belongs to m plus. We know that. If f is measurable, then constant multiple of f is also measurable, and c greater than or equal to 0 and f is not negative implies that cf is also a non-negative measurable function. Then the integral of cf d mu is equal to c times the integral of f d mu. Second is that when we consider two measurable functions and the summation of these two functions, then the integral of f plus g d mu is equal to what? Integral of f d mu plus integral of g d mu. So first one prove ചെയ്യാൻ വേണ്ടിയിട്ട് if c is equal to 0, c 0 ആണെങ്കിൽ എന്താണ് രണ്ട് സൈഡിലും 0 ആണ് വരുന്നത്. സോ നമ്മൾക്ക് ഇനിയൊന്നും അതിൽ പ്രൂവ് ചെയ്യാനില്ല, which is obvious. And if c is greater than 0, let phi n be a monotone increasing sequence of simple functions in m plus converging to f. നമ്മൾക്കറിയാം, നമ്മൾ ഏതായിരുന്നു ഒരു റിസൾട്ട്, ചാപ്റ്റർ 2 ലാസ്റ്റ് റിസൾട്ട് ഏതാണ്? ഏതൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. സോ ബൈ കൺസിഡറിങ് എന്തായാലും അങ്ങനെ ഒരു സീക്വൻസ് എഫിലോട്ട് കൺവേർജ് ചെയ്യുന്ന മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നത് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് സിമ്പിൾ ഫങ്ഷൻസ് എന്തായിരുന്നു? നോൺ നെഗറ്റീവ് വാല്യൂസുമായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ സീക്വൻസ് ഓഫ് എ മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് ഇൻ എം പ്ലസ് വിച്ച് കൺവേർജസ് ടു എഫ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് എഫിലോട്ട് കൺവേർജ് ചെയ്യുമ്പോൾ സി ഫൈ എൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? സി ടൈംസ് എഫിലോട്ട് കൺവേർജ് ചെയ്യും അല്ലേ. ദെൻ ദ സീക്വൻസ് സി ഫൈ എൻ ഈസ് എ മോണോട്ടോൺ സീക്വൻസ് കൺവേർജിങ് ടു സി എഫ്. മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് അല്ലേ. സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എന്താണ്? സി ഈ ഒരു കേസിൽ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0യുമാണ്. സോ ഫൈ എൻ ഇൻക്രീസിങ് ആണെങ്കിൽ സി ടൈംസ് ഫൈ എൻ എന്തായിരിക്കും? ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. സോ സി ടൈംസ് ഫൈ എൻ ഈസ് എ മോണോട്ടോണിക്
monotone increasing sequence of functions in M plus which converging to CF. Hence, by monotone convergence theorem, we obtain the integral CF d mu is equal to limit of the integral C phi n d mu, and C is constant, therefore we can take it outside. So C times limit of the integral phi n d mu. And നമ്മൾക്കറിയാം phi n എന്താണ് എഫിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ phi n-ൻ്റെ ലിമിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് ഓഫ് phi n-ന് ഈക്വൽ ആയിരിക്കും, അതായത് ഇൻ്റഗ്രൽ ഓഫ് എഫിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ phi n d mu ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് f d mu. So C times integral f d mu, which implies integral CF d mu is equal to C times integral f d mu. So if C greater than or equal to 0, then for any non-negative measurable function f, integral of CF d mu is equal to C times integral f d mu. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് if phi n and psi n are monotone increasing sequences of simple functions converging to f and g respectively, എന്താണ് നമ്മൾ monotonically increasing sequence in m plus കൺസിഡർ ചെയ്യുന്നു. എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നത്? എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നത്. ഇതുപോലെ monotonically increasing sequence of functions in m plus again കൺസിഡർ ചെയ്യുന്നു. എങ്ങോട്ടാണ്? ജിയിലോട്ട് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ phi n d mu ഈക്വൽ ടു ഇൻ്റഗ്രൽ f d mu ആയിരിക്കും. അതുപോലെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ psi n d mu ഈക്വൽ ടു ഇൻ്റഗ്രൽ g d mu ആയിരിക്കും. ഓക്കെ, ആൻഡ് അതുപോലെ phi n പ്ലസ് psi n കൺസിഡർ ചെയ്യുക. ഇതൊക്കെ നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് അല്ലേ? അപ്പോൾ phi n പ്ലസ് psi n എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എഫ് പ്ലസ് ജിയിലോട്ട് കൺവേർജ് ചെയ്യും അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് വിച്ച് കൺവേർജസ് ടു എഫ് പ്ലസ് ജി. അപ്പോൾ എന്താണ് നമ്മൾക്ക് ദിസ് ഇസ് ഈക്വൽ ടു മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി ഡി മ്യൂ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ ഓഫ് phi n plus psi n d mu എന്ന് എഴുതാം. ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് phi n പ്ലസ് psi n d mu ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് phi n d mu പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് psi n d mu എന്ന് എഴുതാം നമ്മൾക്ക്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് phi n d mu പ്ലസ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ phi n d mu പ്ലസ് limit of integral psi n d mu, and the first one is what? Integral f d mu, and the second one is integral g d mu. So the integral of f plus g d mu is equal to integral f d mu plus integral g d mu. Okay, ഇനി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്, ഫാക്ടേഴ്സ് ലെമ്മ. ഇപ്പോൾ ഇത്രയും നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെയും യൂസ് ചെയ്യും കേട്ടോ. ഇനിയുള്ള റിസൾട്ടുകളിലൊക്കെ നമ്മൾ ആ പ്രൂഫുകൾ ഇത്രയും നേരം നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഫാക്ടേഴ്സ് ലെമ്മ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് സീക്വൻസ് എഫ് എൻ ബിലോങ്സ് ടു എം പ്ലസ് ഓഫ് എക്സ് എക്സ് ബാർ, then the integral of limit infimum f n d mu is less than or equal to limit infimum of integral f n d mu. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ജസ്റ്റ് സീക്വൻസ് ആണ്. സീക്വൻസ് കൺവേർജിങ് ആണോ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് infimum of integral f n d mu is less than or equal to, is it right? Sorry, integral of limit infimum f n d mu less than or equal to limit
ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എഫ് എന്നിന് കറസ്പോണ്ടിങ് ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ്, എഫ് വൺ ഓഫ് എക്സ്, എഫ് ടു ഓഫ് എക്സ് എക്സെട്ര, എഫ് എം ഓഫ് എക്സ്, എഫ് എം പ്ലസ് വൺ ഓഫ് എക്സ്, എഫ് എം പ്ലസ് ടു ഓഫ് എക്സ് എക്സെട്ര. ഇത് ഞാൻ കൺസിഡർ ചെയ്തു സീക്വൻസിലുള്ള ഓരോന്നിൻ്റെയും ഇമേജ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജി എം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ജി എം എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജി എം ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ എം ഇൻ എൻ, ജി എം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദ ഇൻഫിമം ഓഫ് എഫ് എം ഓഫ് എക്സ്, എഫ് എം പ്ലസ് വൺ ഓഫ് എക്സ് എക്സെട്ര. എന്താണ് ഈ എഴുതിയിരിക്കുന്നതിൽ ടെയില്, എംത്ത് ടെയില് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു എംത്ത് ടെയില്, അതായത് ആ എഫ് എം എംത്ത് എലമെൻ്റ് മുതലുള്ള ടേംസിലുള്ള സീക്വൻസ് അല്ലേ, അതിൻ്റെ ഇൻഫിമത്തിനാണ് ഞാൻ എങ്ങനെ എടുത്തിരിക്കുന്നത് ജി എം ഓഫ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. നോൺ നെഗറ്റീവ് ഫങ്ഷൻ ആയതുകൊണ്ട് എന്താണ് എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എന്നും എക്സും ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് ഇൻഫിം എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഞാൻ ജി എം ഓഫ് എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു, വിച്ച് ഈസ് ഡിഫൈൻഡ് ആണ്, കാരണം അതാണ് ഇൻഫിം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഞാൻ ഈ സീക്വൻസ് കൺസിഡർ ചെയ്തു ജി എം. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം ഫസ്റ്റ്. സെക്കൻഡ് വൺ, ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് ഓഫ് ജി എം ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് അതിനേക്കാൾ ഉപരി ജി എംസ് ആർ ഇൻ എൻ പ്ലസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, പ്രൂഫ് നോക്കാം. അതിൻ്റെ ഓർഡറിലങ്ങ് പോയേച്ചാൽ മതിയല്ലോ. ലെറ്റ് ജി എം ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് എം പ്ലസ് വൺ എക്സെട്ര. അപ്പോൾ ഈ ഫങ്ഷൻസിൻ്റെ ഇൻഫിമമാണ് നമ്മൾ ജി എം ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഇൻഫിമം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം, ജി എം ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. ക്ലിയർ? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. അപ്പം ഞാനിതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ജി എം ഡി മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ആയിരിക്കും ഫോർ ഓൾ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ്, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ആൻഡ് therefore this is the integral gm d mu is less than or equal to limit infimum of fn d mu ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും, the integral gm d mu is less than or equal to limit infimum of integral fn d mu ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഈ എഴുതിയിരിക്കുന്നത് ഇൻ്റഗ്രൽ ജി എം ഡി മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഡി മ്യൂ അല്ലെങ്കിൽ ഈക്വൽ ടു ദിസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നൗ ഹിയർ സിൻസ് ദ സീക്വൻസ് ജി എം ഇസ് ഇൻക്രീസിങ് ആൻഡ് കൺവേർജസ് ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ, നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾക്കിവിടെ ഇൻ്റഗ്രൽ ജി എം ഡി മ്യൂ ഡിഫൈൻഡ് ആവണമെങ്കിൽ ജി എം എന്തായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ജി എം മെഷറബിളും ആൻഡ് ഈ ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കണം, എം പ്ലസ്സിൽ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് നോക്കാമല്ലോ, അത് ഡിഫൈൻ ചെയ്തതിന് ശേഷമേ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇത് എഴുതാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടാണ് എന്താണ് ജി എം മെഷറബിൾ ആണെന്ന് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആക്ച്വലി അത് ഇതിന് മുൻപേ ഈ ഇനിക്വാലിറ്റി പറയുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമായിരുന്നു, മിസ്സായിപ്പോയതാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ തേർഡ് വണ്ണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ജി എം ഓഫ് എക്സ് എന്താണ്? ദ ഇൻഫിമം ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിൽ എഴുതിയിരിക്കുന്നതിലെല്ലാം എഫ് എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ആൻഡ് ഫോർ ഓൾ എൻ ആണ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇൻഫിമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജി എം ഓഫ് എക്സും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസിൻ്റെ ഇൻഫിമം ഓൾവേസ് മെഷറബിൾ ആണെന്ന്. അപ്പോൾ ഇവിടെ ജി എം എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ഇൻഫിമം ഓഫ് എ ടെയില്. ടെയിലും എന്താണ്? ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ആ ടെയിലിൻ്റെ അല്ലെങ്കിൽ ഒരു സീക്വൻസിൻ്റെ ഇൻഫിമമായിട്ടാണ് ജി എം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ജി എം മെഷറബിളും ആണ്. അപ്പോൾ ജി എം മെഷറബിളും ആണ്, നോൺ നെഗറ്റീവ് വാല്യൂസുമാണ് വരുന്നത്. സോ ജി എം ഇസ് ഇൻ എം പ്ലസ്. ഇപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ഇൻഇക്വാലിറ്റിയിൽ ഈ ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ആണ്. ഈ ഒരു ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾക്ക് ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജി എം ഓഫ് എക്സ് ജി എം പ്ലസ് 1 ഓഫ് എക്സ് കൺസിഡർ ചെയ്തു, വേർ എം ഇസ് ഇൻ എൻ ആൻഡ് എക്സ് ഇസ് ഇൻ എക്സ്. കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ set which consists of fm of x, fm plus 1 of x, etc. അതായത് mth tail. And consider fm plus 1 of x, fm plus 2 of x, etc. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന mth tailഉം ഇത് m plus 1th tailഉം. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് സെറ്റിൽ സെക്കൻഡ് സെറ്റ് കണ്ടെയ്ൻഡ് ആണ് അല്ലേ. ഇനി നമ്മൾക്കറിയാം എ കണ്ടെയ്ൻഡ് ഇൻ ബി ആണെങ്കിൽ ഇൻഫിമം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി ആയിരിക്കും. എന്താണ്? ഇൻഫിമം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റിൻ്റെ ഇൻഫിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ദിസ് സെറ്റാണെന്ന് കിട്ടും. ഇനി ഫസ്റ്റ് എഴുതിയിരിക്കുന്ന mth ടേലിൻ്റെ ഇൻഫിമം എന്താണ്? ജി എം ഓഫ് എക്സ്. സെക്കൻഡ് എഴുതിയിരിക്കുന്ന എം പ്ലസ് 1th ടേലിൻ്റെ ഇൻഫിമം എന്താണ്? ജി എം പ്ലസ് 1 ഓഫ് എക്സ്. സോ എന്ത് കിട്ടി? ജി എം ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എം പ്ലസ് 1 ഓഫ് എക്സ് എന്ന് കിട്ടി. സോ എന്താണ്? ഈസ് ഈക്വൽ, ദിസ് ഇസ് സാറ്റിസ്ഫൈഡ് ബൈ ഓൾ എം ആൻഡ് ഓർ ഓൾ എക്സ്, ദെർഫോർ ജി എം ഇസ് എൻ ഇൻക്രീസിങ് സീക്വൻസ്. അപ്പം നമ്മൾക്ക് ജി എം ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? ജി എം കൺവേർജസ് ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു ഇപ്പോൾ ഇത് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് എൻ ഓഫ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സിൻ്റെ ഇൻഫിമംസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഫിമം ഓവർ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എഫ് എൻ ഓഫ് എക്സ് എടുക്കുക. ഇതിൻ്റെ സുപ്രീമം അല്ലേ, ഇതിൻ്റെ സുപ്രീം എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇൻഫിമത്തിൻ്റെ സുപ്രീമം, അതായത് ഈ ഇൻഫിമത്തിൻ്റെ ലിമിറ്റാണ് ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫിമം എന്ന് വെച്ചാൽ ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അത് അതിൻ്റെ അപ്പർ ബൗണ്ടായിട്ടാണ്, അത് അതിൻ്റെ സുപ്രീമമാണ് ഈ ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത്. ഈ ഇൻഫിമത്തിൻ്റെ സുപ്രീമമാണ് ലിമിറ്റ് ഇൻഫിമം. ക്ലിയർ? അപ്പോൾ ഈ ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രീസിങ് ആണ് അല്ലേ, ഇൻക്രീസിങ്ങും ആണ്. അതിന് സുപ്രീമം ഉണ്ടെങ്കിൽ അത് സുപ്രീമത്തിലോട്ടാണ് എന്ത് ചെയ്യുക? കൺവേർജ് ചെയ്യുക അല്ലേ. അതായത് ഈ ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് എഫ് എൻ ആണ്. ആൻഡ് ഇൻഫിമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് എന്താണ്? ഇവിടെ നമ്മൾക്ക് ജി എം അല്ലേ. സോ ജി എം കൺവേർജസ് ടു ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? ജി എം ഇൻക്രീസിങ് ആണെന്ന് കിട്ടി, കൺവേർജസ് ടു ലിമിറ്റ് ഇൻഫിമം ആണെന്നും കിട്ടി. സോ ബൈ ദ മോണോട്ടോൺ കൺവേർജൻസ് തിയറം the integral of limit infimum fn d mu equal to limit of
Actually this is equal to integral of limit gm d mu വരും. monotone convergence theorem വെച്ചിട്ട് this is equal to limit integral of gm d mu എന്ന് വരും. clear? and അതാണ് നമ്മളിവിടെ ഫസ്റ്റ് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് which is less than or equal to limit infimum integral fn d mu എന്ന്. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? this is less than or equal to limit infimum of integral fn d mu എന്ന് കിട്ടി. സോ നമ്മളുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. എന്താണ്? ലിമിറ്റ് ദ ഇൻ്റഗ്രൽ ഓഫ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് കിട്ടി. സോ ഫാക്ടേഴ്സ് ലെമ്മയുടെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ് കൊറോളറി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. if f belongs to m plus and if lambda is defined on x bar by lambda of e is equal to integral over e f d mu. നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത കാര്യമാണ്. ഇതൊരു മെഷർ ആയിരിക്കുമെന്നാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിനോട് സിമിലർ ആയിട്ട് നമ്മൾ സിമ്പിൾ ഫംഗ്ഷന് ഈ ഒരു മെഷർ ഇൻ്റഗ്രബിൾ ആണ്, സോറി ഇത് ലാംഡ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് മെഷറാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിത് നോൺ നെഗറ്റീവ് ഫങ്ഷൻസിനെല്ലാം നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മെഷർ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾക്ക് എന്താണ് വേണ്ടത്? ലാംഡ ഓഫ് ഇ ലാംഡ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ മെഷറബിൾ സെറ്റ് ഇ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എഫ് എന്താണ്? നോൺ നെഗറ്റീവ് ഫങ്ഷനാണ് ആണല്ലോ. ഇപ്പോൾ എഫ് നോൺ നെഗറ്റീവ് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ, അതായത് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി മ്യൂ ഓവർ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. സോ ലാംഡ ഓഫ് ഇ, അതല്ലേ ലാംഡ ഓഫ് ഇ. ഇപ്പോൾ ലാംഡ ഓഫ് ഇ എന്തായി തീർന്നു? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി ലാംഡ ഓഫ് ഫൈ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇ ഈക്വൽ ടു 5 ആണെന്ന് കരുതുക. ഇപ്പോൾ ഇ ഈക്വൽ ടു 5 ആണെങ്കിൽ കൈ ഇ ഓഫ് എക്സ് ഇ ഈക്വൽ ടു 5 ആണെന്ന് കരുതുക. ഇപ്പോൾ ഇ ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? കൈ ഇ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ഈ എം ടി സെറ്റാണ്. എക്സിലുള്ള ഒരു പോയിന്റ് പോലും ഈ സെറ്റിൽ വരുന്നില്ല. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് എഫ് കൈ ഇ ഓഫ് എക്സും എന്തായി തീർന്നു? 0 ആണ്. സോ ഇൻ്റഗ്രൽ ഓഫ് എഫ് കൈ ഇ ഓഫ് എക്സ് ഡി മ്യൂ എന്താണ്? വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു 0. ആൻഡ് ഇതായിരുന്നു നമ്മൾക്ക് ലാംഡ ഓഫ് ഇ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇ ഈക്വൽ ടു 5 ആവുന്നേരം ലാംഡ ഓഫ് 5 ഈക്വൽ ടു എന്ത് വന്നു? 0 കിട്ടി. സോ സെക്കൻഡ് കണ്ടീഷനും പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റിലത്തെ 2 കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ ഞാനിവിടെ ഓർഡർ മാറിയിട്ടായിരിക്കും പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നധികം ഫോക്കസ് ചെയ്യേണ്ട ഓർഡറിലൊന്നും. അപ്പോൾ ഫസ്റ്റിലത്തെ 2 പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്തു. നമ്മൾക്കിനി ഈ ഒരു മെഷർ കൗണ്ടബിളി അഡിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് a sequence of disjoint sets en എടുത്തു കഴിഞ്ഞാൽ ലാംഡ ഓഫ് യൂണിയൻ ഓവർ എൻ ഇ എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ലാംഡ ഓഫ് ഇ എൻ എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സീക്വൻസ് ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എടുത്തു. അതിൻ്റെ യൂണിയനെ ഞാൻ ഇ എന്ന് ഡിനോട്ട് ചെയ്തു. ക്ലിയർ? ഇനി ഞാൻ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. എഫ് എൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to n എഫ് കൈ ഇ കെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എഫ് എൻ ഇൻക്രീസിങ് ആയിരിക്കും. കാരണം എന്താണ്? എഫ് എൻ ഓഫ് എക്സ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു എഫ് കൈ ഇ 1 ഓഫ് എക്സ് പ്ലസ് എഫ് കൈ ഇ 2 ഓഫ് എക്സ് എക്സെട്ര പ്ലസ് എഫ് കൈ ഇ എൻ ഓഫ് എക്സ് എന്ന് വരും. ഇത് തന്നെ ഞാൻ എഫ് എൻ പ്ലസ് 1 ഓഫ് എക്സ് എടുത്തിരിക്കുന്നെങ്കിലോ എഫ് കൈ ഇ 1 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് കൈ ഇ എൻ ഓഫ് എക്സ്, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന അത്രയും റിപ്പീറ്റ് ചെയ്യും, പ്ലസ് ഒന്നുകൂടെ വരും എഫ് കൈ ഇ എൻ പ്ലസ് 1 ഓഫ് എക്സ്. ഇനി നോക്കുക, ഈ എഫ് നോൺ നെഗറ്റീവാണ്, കൈ ഇ ഐസും നോൺ നെഗറ്റീവാണ്. സോ അതുകൊണ്ട് തന്നെ എഫ് കൈ ഇ ഐസ് എല്ലാം എഫ് പ്രൊഡക്റ്റ്
കൈ ഇ ഐ സി എല്ലാം എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്താണ്? ഒരു നോൺ നെഗറ്റീവ് ടേമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? എഫ് എൻ ഓഫ് എക്സ്, എഫ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്താണ്? വിച്ച് ഈസ് എ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ആണ്. ഇത് മെഷറബിൾ ആണോ? ആണ്. കാരണം എന്താണ്? എഫ് മെഷറബിൾ ആണ്, കൈ ഇ കേസും മെഷറബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സമ്മേഷനായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ്? മെഷറബിൾ ആണ്. ആൻഡ് നോൺ നെഗറ്റീവ് വാല്യൂസും ആയിരിക്കും. കാരണം എന്താ? ഇതിന് ഓരോന്നിനും നോൺ നെഗറ്റീവ് വാല്യൂസ് വരുന്നത് കൊണ്ട്. So Fn is a sequence, monotone increasing sequence of function in m plus. Clear? ഇനി നമുക്ക് പ്രൂഫ് ഒന്ന് നോക്കാം. To prove എന്താണ്? നമുക്ക് ലാംഡ is countably additive എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. To prove this, let En be a disjoint sequence of sets in X bar with the union equal to E, and let Fn be denoted to be or defined to be Fn is equal to summation over k equal to 1 to n f chi e k. ഓക്കെ, അപ്പോൾ ഞാനിവിടെ Fn ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്തു, Fn's എല്ലാം മെഷറബിൾ ആണ്, എം പ്ലസിൽ ഉണ്ടെന്നും പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻഡ് ആണ്. So integral of Fn d mu is equal to integral of Fn d mu എന്ന് പറയുന്നത് integral of summation over k equal to 1 to n f chi e k d mu എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ k ഇസ് ഈക്വൽ ടു 1 to n integral of എഫ് കൈ ഇ കെ ഡി മ്യൂ. അപ്പോൾ അതെവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ എഫ് കൈ ഇ കെ ഡി മ്യൂ. ആൻഡ് എഫ് ഇൻ്റഗ്രൽ എഫ് കൈ ഇ കെ ഡി മ്യൂ എന്താണ്? ലാംഡ ഓഫ് ഇ കെ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n ലാംഡ ഓഫ് ഇ കെ. സോ ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ഇസ് ഈക്വൽ ടു summation over k equal to 1 to n lambda of ek. And here Fn is an increasing sequence in n plus converging to f chi e. ഓക്കെ, എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? എഫ് കൈ ഇയിലോട്ട്, അതായത് എഫ് കൈ ഇയിലോട്ട് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഫങ്ഷൻ ആണ്. ആൻഡ് ഇത് എങ്ങനെയാണ് ഇൻക്രീസിങ് ആണെന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തു അല്ലേ? ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്തു. എന്നാൽ ഒന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n എഫ് കൈ ഇ കെ ഓഫ് എക്സ്, ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n plus 1 എഫ് കൈ ഇ കെ ഓഫ് എക്സ്, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് എൻ പ്ലസ് 1 ഓഫ് എക്സ്. Therefore, the sequence of function is increasing. And consider limit Fn of x. This is equal to limit of summation k equal to 1 to n chi e k of x. And this is equal to summation k equal to 1 to infinity f chi e k of x. And which is equal to what? f chi e of x. കാരണം എന്താണ്? ഈ കേസിൻ്റെ യൂണിയൻ ആണ് e ആയിട്ട് വരുന്നത് അല്ലേ? So this is equal to f കൈ ഇ ഓഫ് എക്സ്. അങ്ങനെ നമുക്ക് ഈ എഫിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity എഫ് കൈ ഇ കെ ഓഫ് എക്സ് എന്ന് വരും. അതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ എന്തായിട്ട് എഴുതാം? കൈ ഇ ഓഫ് എക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് കൈ ഇ ഓഫ് എക്സ്. അപ്പോൾ എന്ത് കിട്ടി? ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് കൈ ഇ ഓഫ് എക്സ് എന്നും കിട്ടി, അതായത് എഫ് കൈ ഇ ആണെന്നും കിട്ടി. അപ്പോൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ലാംഡ ഓഫ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് കൈ ഇ ഡി മ്യൂ ഈക്വൽ ടു എന്ത് വരും? എഫ് കൈ ഇ ഡി മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ലാംഡ ഓഫ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ്
chi e d mu is equal to integral f chi e എന്തായിരുന്നു ലിമിറ്റ് ഓഫ് എഫ് എൻ ആയിരുന്നു അല്ലേ ലിമിറ്റ് ഓഫ് എഫ് എൻ ഡി മ്യൂ എന്ന് വരും എഫ് എൻ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഇൻ എം പ്ലസ് ആണ് സോ നമ്മൾക്ക് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് എഴുതാത്തത് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്താണ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ലാംഡ ഓഫ് ഇ കെ സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity ലാംഡ ഓഫ് ഇ കെ അപ്പോൾ എന്ത് കിട്ടി നമ്മൾക്ക് ലാംഡ ഓഫ് ഇ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity ലാംഡ ഓഫ് ഇ കെ കിട്ടി ആൻഡ് ഇ എന്തായിരുന്നു യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ സോ ലാംഡ ഓഫ് ദിസ് യൂണിയൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ലാംഡ ഓഫ് ഇ കെ ഓക്കെ അപ്പോൾ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി